മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ വീണ്ടും റിലീസിനൊരുങ്ങുന്നു. തേക്കറിൽ കുഴിച്ചിടാനുള്ള വലിപ്പമൊന്നും ചത്തേനില്ലാന്ന് നന്നായിട്ടറിയാം. എന്നാലും കുഴിച്ചിടംസേ ഒരു മാണിക്യത്തിനല്ല, 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. ആത്മസാഗരത്തിൽ നീ ഉപ്പുപോൽ ഉൾച്ചേർന്നിട്ടും എന്തിനായി ഒളിക്കുന്നു അന്ധമാഴങ്ങൾ. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ റിലീസിനൊരുങ്ങുന്നു. രഞ്ജിത്ത് ബാലകൃഷ്ണൻ സംവിധായകനായ സിനിമയുടെ ഏറ്റവും പുതിയ 4K പതിപ്പാണ് നിർമ്മാതാക്കൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. 3-ാം തവണയാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. AVA പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ AV അനൂപും മഹാ സുബൈറുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. TP രാജീവിന്റെ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം. സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം ഇതിനു മുമ്പും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു, വിജയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ നിരവധി ആരാധകർ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഒരു യഥാർത്ഥ സംഭവത്തെ കേന്ദ്രീകരിച്ചെടുത്ത ഈ സിനിമയിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. സംഭാഷണ ശൈലിയിലും ശരീരചലനങ്ങളിലും പ്രശംസയർഹിക്കുന്ന മാറ്റങ്ങളാണ് നടൻ എന്ന നിലയിൽ മമ്മൂട്ടി വരുത്തിയിരിക്കുന്നത്. ഹരിദാസായും മുരിക്കുന്നത്ത് അഹമ്മദാജിയായും ഖലീത്ത് അഹമ്മദായും മമ്മൂട്ടി നിറഞ്ഞാടുകയായിരുന്നു. 2010 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തി. ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ ശ്വേതാ മേനോൻ മികച്ച നടിക്കുള്ള തന്റെ ആദ്യ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കി. 8ഓളം സംസ്ഥാന പുരസ്കാരങ്ങളാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥയ്ക്ക് ലഭിച്ചത്. ശ്രീനിവാസൻ, സിദ്ദിഖ്, T ദാമോദരൻ, ശശി കലിംഗ, മുസ്തഫ, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ശ്രീജിത്ത് രവി, മൈഥിലി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ശരത്ത്, ബിജിബാൽ എന്നിവരാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. രഞ്ജിത്താണ് ചിത്രത്തിന്റെ സംവിധാനം. ഛായാഗ്രഹണം മനോജ് പിള്ള. ചിത്രത്തിന്റെ നിർമ്മാണം മഹാ സുബൈറുമാണ്.